കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എൻഗേജ്ഡ് ആണോ? ഫോണ് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ല. ഞാൻ കൊടുത്ത ഡോസ് വെച്ച് നോക്കിയാ ഈ നമ്പർ കണ്ട അവരെടുക്കാനേ പോകുന്നില്ല. എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്ക്. ഈ ഫോൺ എങ്ങനെ ഒരു പെണ്ണിന്റെ കൈ വന്ന്? ഇവൻ എന്തായി കാണിക്കുന്നേ? കഴുത. ആ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കാത്തോണ്ട് വേറെ നമ്പറിൽ നിന്ന് വിളിക്കാണോ? ഇനി രണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം. ഹലോ, സാൻവി ഹിയർ. ഹലോ, ഇത് ചേച്ചിയുടെ നമ്പറാണല്ലോ. നേരത്തെ വിളിച്ച ആ പെണ്ണ് തന്നെ ആയിരിക്കും. അതാ എന്റെ ശബ്ദം കേട്ട ഉടനെ കട്ട് ചെയ്തത്. അല്ല, എന്റെ സൗണ്ട് കേട്ട് കട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെന്തിനാ വിളിച്ചത്? ഇപ്പൊ എന്നെ വിളിച്ചത് ആരായിരിക്കും? ഹലോ, എന്തുപറ്റി? അവര് ഫോൺ എടുത്തില്ലേ? ഫോൺ എടുത്തായിരുന്നു, പക്ഷെ കട്ട് ചെയ്തു. അവര് ഫോൺ കട്ട് ചെയ്തതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനോ? എനിക്കെന്ത് ടെൻഷൻ? അങ്ങനെയൊന്നുമില്ല. ശരി, നീ ഒന്ന് വീണ്ടും വിളിച്ചു നോക്കേ. ഒരു തവണ വിളിച്ചപ്പോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വിളിച്ചാലും കട്ട് ചെയ്യത്തല്ലേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് സംസാരിച്ചിട്ട് ഇയാളോട് പറയാം. ഇയാൾ പൊയ്ക്കോ. ഓക്കെ, നീ കണ്ടുപിടിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ മാഡം ആരാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കണേ. ബൈ. അർജുൻ നല്ല വിവരമുള്ളവനാ. എന്തായാലും അവരാരാന്ന് അവൻ കണ്ടുപിടിക്കും. ആ നമ്പര് ചേച്ചിയുടെയാണോ? എന്നുവെച്ചാ എനിക്കറിയാവുന്ന നമ്പർ അല്ലാതെ ചേച്ചിക്ക് വേറെയും നമ്പറുണ്ടെന്നല്ലേ അർത്ഥം? ചേച്ചി എന്റെ ഫോട്ടോ ആർക്കും അയച്ചിരിക്കുകയാണല്ലോ. ഇവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യ്, കിട്ടിയ എന്നെ അറിയിക്കേ. എന്റെ ഫോട്ടോ വെച്ച് ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഞാനിവിടെയുള്ള കാര്യം മനസ്സിലായി എന്നാണോ? ഇനി എന്നെപ്പറ്റി അറിയാനാണോ ചേച്ചി അവരെ അയച്ചിരിക്കുക? ഭവാനി അവളുടെ ചേട്ടൻ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വന്നത് അവളുടെ ചേട്ടനാണോ? ഇനി അതോ എന്നെ തേടി വന്നവരായിരിക്കോ? വന്നത് ഒരുപക്ഷെ ഭവാനിയുടെ ചേട്ടനാണെങ്കിൽ അയാളെ അയച്ചത് എന്റെ ചേച്ചിയായിരിക്കോ? ചേച്ചി അയച്ച മെസ്സേജ് വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഭവാനിയുടെ ചേട്ടനെ അറിയായിരിക്കോ?
ഇനി ഒരു പക്ഷെ ഇവിടെ വന്നത് ഭവാനിയുടെ ചേട്ടനാണെങ്കിൽ ഈ ഫോണ് ഭവാനിയുടെ ചേട്ടന്റെ ആയിരിക്കും, അതോ വേറെ ആരുടെയെങ്കിലോ? ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യങ്ങള് ഡൗട്ട്സ് അല്ലാതെ ക്ലാരിറ്റി ഇല്ല. ഭവാനി സ്വപ്നത്തിൽ കേട്ട വോയിസും ഈ ഫോണിൽ കേട്ട വോയിസും സെയിം ആണെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ സ്വപ്നം സത്യമാണെങ്കിൽ എന്തിനു വേണ്ടി ചേച്ചി ഭവാനിയുടെ സ്വപ്നത്തിൽ വരണം? ഞാൻ കണ്ട സ്വപ്നത്തിനും ഭവാനി കാണുന്ന സ്വപ്നങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭവാനി അവളുടെ സ്വപ്നത്തിൽ ദുർമന്ത്രവാദിയെ കണ്ടോന്നും പറഞ്ഞു. ഇനി ചേച്ചിയായിരിക്കോ ദുർമന്ത്രവാദി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇനി യഥാർത്ഥത്തിൽ ദുർമന്ത്രവാദി ആരെങ്കിലും ഉണ്ടോ? അവള് കണ്ട സ്വപ്നം ജസ്റ്റ് ഒരു സ്വപ്നവും അതോ സത്യമോ? ആലോചിക്കും തോറും കൺഫ്യൂഷൻ കൂടിക്കൂടി വരുന്നു. എന്താവുന്നൊരു പിടിയും കിട്ടുന്നില്ല. അമ്മേ സർപ്പയാഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നേ. ഏർപ്പാട് ചെയ്തോ? നീ ഏർപ്പാട് ചെയ്തോ? ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന ഈ സർപ്പയാഗത്തിനെതിരെ എന്നെ തടഞ്ഞ് എനിക്ക് ആപത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന, പടം പൊഴിച്ചാടുന്ന വിഷപ്പാമ്പ്, ജലപ്പാമ്പ്, പച്ചിലപ്പാമ്പ് ഞാനുണ്ടാക്കാൻ പോകുന്ന അഗ്നികുണ്ഡത്തിൽ എരിഞ്ഞ് ചാമ്പലാക്കാൻ പോവുകയാണ്. നിനക്കത് കാണാനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം നീ എന്റെ കൂടെ വന്നാ മതി. ഇല്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇവിടെ നിന്നോളാം അമ്മേ. ജഗമകരക സ്വാഹ സ്വാഹ. സർപ്പയാഗം, മനോവിഷ്ടയജ്ഞം. എതിരികളായ സർപ്പങ്ങൾ എരിഞ്ഞടങ്ങാൻ പോവുകയാണ്. സ്വാഹ സ്വാഹ സ്വാഹ. ജഗമകരക സ്വാഹ 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 സ്വാഹ.
Jika boka jika swagam baka juga. Jika baka swaga. Jika baka swaga. 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 Swaha. 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 Jagamaga swaha. 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 എല്ലാ നാഗങ്ങളും വന്ന് ചാകട്ടെ. എന്റെ ശത്രുക്കളായ സർപ്പങ്ങളും വരട്ടെ. സ്വാഹ. 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 എന്റെ ശത്രുക്കളായ പാമ്പുകൾ എരിഞ്ഞമരട്ടെ. സ്വാഹ. എരിഞ്ഞമരട്ടെ. സ്വാഹ. 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 Swaha. 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 ആ കല്ല് നിന്നെ സംരക്ഷിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലേ? 300 കാലത്തോളം ദക്ഷൻ തന്റെ ജീവൻ സംരക്ഷിക്കുന്നതിനായി ഇന്ദ്രസിംഹാസനത്തിൽ ഇരിക്കുകയുണ്ടായി. സഹേന്ദ്ര ദക്ഷകൻ ഉടനെ വാ എന്ന മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആ മന്ത്രത്തിന്റെ ശക്തിയാൽ ഇന്ദ്രസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പോലും ഈ അഗ്നിയിൽ വന്നു വീഴും. ഇന്ദ്രസിംഹാസനത്തിന് പോലും രക്ഷിക്കാൻ കഴിയാത്തപ്പോ ഈ കല്ല് നിന്നെ രക്ഷിക്കുമെന്നാണോ നീ കരുതുന്നത്? ഇതെല്ലാം നിന്റെ തോന്നലാ. ജീവനില്ലാത്ത ആ കല്ല് നിന്നെ സംരക്ഷിക്കുകയില്ല. എന്റെ സർപ്പയാഗത്തെ ആർക്കും തടയാനാകില്ല. എല്ലാ സർപ്പങ്ങളും വന്ന് ഭസ്മമാകട്ടെ. കല്ലിന്റെ പിന്നിലുള്ള നാഗം ഈ അഗ്നിയിൽ അലിയട്ടെ. കല്ലിനോടൊപ്പം തന്നെ ഈ നാഗം ഈ അഗ്നിയിൽ അലിയട്ടെ. ഈ നാഗം അഗ്നിയിൽ അലിഞ്ഞു ചേരട്ടെ. ഈ നാഗം അഗ്നിയിൽ അലിഞ്ഞു ചേരട്ടെ. എല്ലാം നാഗവും ഈ അഗ്നിയിൽ അലിഞ്ഞു ചേരട്ടെ. മനുഷ്യരൂപത്തിലുള്ള നാഗവും ഈ അഗ്നിയിൽ അലിഞ്ഞു ചേരട്ടെ.
സ്വാഹ 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 സ്വാഹ. തീയിലെരിഞ്ഞ് ചാമ്പലാക്കേണ്ട നീ ആ കല്ലിനെ ചുറ്റിക്കെട്ടിയിരുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കാമെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? ജീവനേക്കാൾ വലുത് പ്രണയമാണെന്ന് പറയാറുണ്ട്. നീ സ്നേഹിക്കുന്ന നിന്റെ കാമുകനെ ഇവിടെ വരുത്താൻ പോവുകയാണ്. അതിനുശേഷം അവനോടുള്ള സ്നേഹം കാരണം നീ തന്നെ കല്ലിനെ ഉപേക്ഷിച്ച് ഇവിടേക്ക് വരും. മഹേന്ദ്ര സ്വാഹ സ്വാഹ മഹേന്ദ്ര സ്വാഹ മഹേന്ദ്ര സ്വാഹ മഹേന്ദ്ര സ്വാഹ. വേണ്ട. മഹേന്ദ്ര സ്വാഹ മഹേന്ദ്ര സ്വാഹ. നകുല, നകുല. നകുല. മലി 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 നകുല. നകുല. മലി മഹേന്ദ്ര സ്വാഹ മലി മലി നിൽക്ക്. നീ ആ പാറയുടെ പിന്നിൽ നിന്ന് ഇവിടേക്ക് വന്നില്ല എങ്കിൽ ഞാൻ നിന്റെ കാമുകനെ ഈ തീയിലിട്ട് കത്തിക്കുന്നതായിരിക്കും. വേണ്ട, വേണ്ട. എന്റെ നകലിനെ ഒന്നും ചെയ്യരുത്. വാ വാ, ആ കല്ലിന്റെ പിന്നിൽ നിന്ന് നീ ഇവിടേക്ക് വരൂ. നിന്റെ കാമുകൻ ഈ തീയിലെരിഞ്ഞ് ചാമ്പലാകാതെ ഇരിക്കണമെങ്കിൽ വാ, വന്നേക്ക്. വരാം, ഞാൻ വരാം. പെട്ടെന്ന് വരൂ. മഹേന്ദ്ര സ്വാഹ മഹേന്ദ്ര സ്വാഹ.
ജിഗ 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 ജിഗ. നകുല 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 നകുല. നഗിനി, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? മുറിഞ്ഞിരിക്കുകയാണല്ലോ. എനിക്കൊന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. നകുല നകുല. മഹേന്ദ്ര സ്വാഹ. എവിടെ അവൾ? ആ മന്ത്രവാദിനി എവിടെ? അവളെ ഞാൻ വെറുതെ വിടില്ല. അതിന്റെ ആവശ്യമില്ല നകുല. അവളെ ഭയന്ന് ഓടിപ്പോയി. ഇനി ഈ ജന്മത്തില് നമ്മളെ എതിർക്കാൻ അവരെ വരില്ല.